ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിന്റെ ആദ്യത്തെ അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 9ാം ക്ലാസ്സിൽ ആദ്യത്തെ പാഠമായി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പുൽ ബെനീഥി മാ എന്ന കവിതയാണ്. ഹിന്ദിയിലെ പ്രശസ്ത കവി നരേന്ദ്ര പുണ്ടരീകാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ആധുനിക ലോകത്ത് പ്രായമായവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, മക്കൾ വളരെ നിർദ്ദയമായി അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മൾ എമ്പാടും കാണുന്നുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഇതാണ് അവസ്ഥ. പല മക്കളുണ്ടെങ്കിൽ അമ്മമാരെയോ അച്ഛനെയോ ഒരാൾ തന്നെ നോക്കാതെ ഒരാൾ കുറച്ചു കാലം നോക്കി മടുത്ത് അടുത്തയാളുടെ അടുത്തേക്ക് വളരെ തന്മയത്വത്തോടുകൂടി കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അനാഥാലയങ്ങളുടെ എണ്ണം ഇതിന് ഉപോത്ബലകമായി നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അവിടെയൊക്കെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അന്തേവാസികളായ മാതാപിതാക്കളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നത്. ഈ കവിതയില് നമ്മുടെ കവി നരേന്ദ്ര പുണ്ടരീക് തന്റെ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു അമ്മയെക്കുറിച്ചും ആ അമ്മയുടെ മരണശേഷം ഒരു മകൻ അമ്മയെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച ഒരു കവിതയാണ്. ആധുനിക ലോകത്തിന് തികച്ചും അനുയോജ്യമായ കവിത നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പുസ്തകമില്ലാത്തവർക്കും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, തീർത്തും സൗജന്യമായി നമ്മൾ നടത്തുന്ന കേരള ഹിന്ദി അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ എല്ലാ ഹിന്ദി പാഠങ്ങളും അവയുടെ നോട്ടുകൾ സഹിതം പഠന മാതൃകകൾ സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സന്ദർശിക്കുക കേരള ഹിന്ദി അക്കാദമി യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് കിട്ടുന്ന ലിങ്ക് മറ്റുള്ളവർക്ക് കൂടി നൽകുവാനും ശ്രദ്ധിക്കുക. നമുക്ക് 9ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠമായ കവിതയിലേക്ക് പ്രവേശിക്കാം. പുൽ ബെനീഥി മാ. ഹം ഭായിയോं के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुप छुप छक छक. पिता के बाद हम भाइयों के बीच पुल बनी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. माँ के बार बार कहने को हम मानकर चलते रहे. उसके बूढ़े होने की आदत और अपने हर आवाज में धीरे धीरे टूटती रही माँ. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. जब तक जीवित रही माँ हम बदलते रहे अपने कंधे, और माँ आखिर माँ ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. माँ आखिर माँ ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. കവിത ഇപ്പോൾ നമ്മൾ ഹിന്ദിയിൽ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം. പുൽ ബെനീഥി മാ എന്നാണ് കവിതയുടെ പേരെന്ന് നമ്മൾ കണ്ടു. പുൽ എന്നാൽ പാലമാണ്. അമ്മ
മക്കളാകുന്ന രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 6 ലൈനുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ അമ്മ ഒരു പാലമായി നിന്നിരുന്നു. ഇവിടെ ഈ സഹോദരന്മാരെ കവി ഒരു തീവണ്ടിയോട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ട്രെയിൻ കടന്നു പോകുന്ന ഒരു പാലമായിട്ട് നിങ്ങൾ ഈ അമ്മയെ കാണുക. ജിസ്മേം ആയേ ദിൻ ദൗഡ്തി രഹത്തി ഥി ബേധടക്. ആ പാലത്തിലൂടെ ഞങ്ങളാകുന്ന വണ്ടി, തീവണ്ടി, യാതൊരുവിധ തടസ്സവുമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൗഡ്തി രഹത്തി ഥി ബേധടക്, ഓടിപ്പോയിക്കൊണ്ടിരുന്നു. എങ്ങനെ? ഒരു തടസ്സവുമില്ലാതെ. ബേധടക് ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്. എന്തുപറ്റി? റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് പച്ച, ചുവപ്പ് എന്നിങ്ങനെയുള്ള നിറങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ നിറങ്ങളാണ് ട്രെയിന് യാത്ര ചെയ്യേണ്ടത്, ട്രെയിൻ നിർത്തേണ്ടത്, ഇങ്ങനെയുള്ള പല സൂചനകൾ നൽകുന്നത് ആ നിറങ്ങളാണ്. ഇവിടെ അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങളുടെ ട്രെയിൻ, തീവണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുള്ള യാതൊരുവിധ സിഗ്നലുകളുടെയും ആവശ്യമില്ലായിരുന്നു. യാതൊരു തടസ്സങ്ങളുമില്ല. തടസ്സങ്ങളുള്ളപ്പോഴാണ് ചുവപ്പ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് തടസ്സം മാറിക്കഴിയുമ്പോൾ പോകാനാണ് പച്ച കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ട്രാഫിക് സിഗ്നലുകൾ നിങ്ങൾക്കറിയാം. ഇവിടെ അമ്മയാകുന്ന ആ പാലത്തിലൂടെ ഞങ്ങൾ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഓടിപ്പോകാമായിരുന്നു, ഒരു തടസ്സവും ഇല്ലാതെ. അതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഹം ലോകോങ്കി ചുക് ചുക് ചക് ചക്. ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോകുന്ന, ട്രെയിൻ പോകുന്നതിന്റെ സ്വരം ചുക് ചുക് ചക് ചക് എന്നുള്ള ആ തീവണ്ടിയുടെ സ്വരം ഉണ്ടല്ലോ, ആ സ്വരമാണ് പറയുന്നത് ഞങ്ങളുടെ വാഹനം അങ്ങ് പോവുകയാണ്, ഒറ്റ പ്രശ്നവും ഇല്ല. അടുത്ത 8 ലൈനുകളിൽ പറയുന്നത് നോക്കുക. പിതാക്കെ ബാദ് ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി മാ. അച്ഛന്റെ മരണശേഷം, പിതാക്കെ ബാദ് അച്ഛന്റെ മരണശേഷം, ഹം ഭായിയോ കെ ബീച്ച് ഞങ്ങൾ സഹോദരന്മാരുടെ ഇടയിൽ, പുൽ ബനി മാ അമ്മ ആരായിരുന്നു? ഒരു പാലമായിരുന്നു. നേരത്തെ പറഞ്ഞു തന്നെ. അചാനക് നഹി ടൂട്ടി. ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പാലം വളരെ സ്ട്രോങ് ആണ്. ഒരിക്കലും അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒന്നല്ല, പൊട്ടിപ്പോകുന്ന ഒന്നല്ല. പെട്ടെന്ന് വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത രീതിയിലോ ഒന്നും സംഭവിക്കുന്നതല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയായിരുന്നു? വളരെ സ്ട്രോങ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അമ്മ നല്ല ശക്തയായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും കുലുങ്ങുന്ന ആള് അല്ലായിരുന്നു എന്ന് പറയുകയാണ്. അച്ഛന്റെ മരണശേഷം മക്കളെ വളർത്താൻ അമ്മ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നുകൂടി പറയുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഈ പാലവും പ്രായമായപ്പോൾ പതുക്കെ ഒടിയാൻ തുടങ്ങിയാണ്. ധീരെ ധീരെ ടൂട്ടത്തി രഹി. പതിയെ ഇത് ഒടിയാൻ തുടങ്ങുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയ്ക്ക് പ്രായമായി എന്നാണ് അർത്ഥം. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബൂഠാ രഹി ഹേ മാ. ഞങ്ങൾ കാണുക തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ത്? ബൂഠാ രഹി ഹേ മാ. അമ്മ വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു, അമ്മയ്ക്ക് പ്രായമായിരിക്കുന്നു. അടുത്ത ലൈനുകളിലേക്ക് നമുക്ക് പോകാം. മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ ഉൻകെ ബൂഠേ ഹോനെ കി ആദത്ത്. അമ്മ പ്രായമാകുമ്പോൾ നമുക്കറിയാം, എന്ത് കാര്യമാണെങ്കിലും പ്രായമായവർ എന്ത് ചെയ്യും? പല പ്രാവശ്യം നമ്മളോട് പറയും, അത് ഇത് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, ഭക്ഷണം കഴിച്ചതായിരിക്കും, ഭക്ഷണം കിട്ടിയില്ല. ഇങ്ങനെ ഒരു ഓർമ്മക്കുറവ് കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്നു? പല പ്രാവശ്യം കാര്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മക്കുറവിന്റെ ഒരു അസുഖമുണ്ട്. ആ അസുഖത്തിലേക്കായിരിക്കും അമ്മ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾക്കത് പതുക്കെ മനസ്സിലാകാൻ തുടങ്ങുകയാണ്. उनके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. അമ്മ ഇങ്ങനെ പ്രായമാകുന്നതിലൂടെ അമ്മയ്ക്ക്
അമ്മയുടെ സ്വരത്തിലും മാറ്റങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? സ്വരത്തിന് നേരത്തെ നല്ല സ്ട്രോങ് ആയിട്ട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ ഇപ്പോൾ പതിയെ പതിയായി സംസാരം, സ്വരത്തിന് വിറയലായി, കാര്യങ്ങള് ഓർമ്മിച്ചെടുത്ത് സംസാരിക്കണം. ചിലപ്പോൾ പറയുന്നത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ ഓർമ്മക്കുറവ് അവിടെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ മക്കള് അമ്മയെ ഇനി ഒരു ഭാരമായാണ് കാണാൻ പോകുന്നത്. കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു, മക്കളൊക്കെ പ്രായപൂർത്തിയായിരിക്കുന്നു. അവർക്കിനി അവരുടെ മക്കള്, ഭാര്യ എന്നിങ്ങനെയൊക്കെയാണ് ഉള്ളത്. സ്വന്തം അമ്മയെ നോക്കേണ്ടതായിട്ട് എങ്ങനെയാണ് എന്നുള്ള ഒരു തേങ്ങലിലാണ് അവർ നിൽക്കുന്നത്. മൂത്തയാളുടെ കൂടെ പോകണം, രണ്ടാമത്തെ ആളുടെ കൂടെ പോകണം, അതോ ഇനി പെങ്ങളുടെ അടുത്തേക്ക് വിടണോ, അമ്മയെ ആര് നോക്കും എന്നിങ്ങനെയുള്ള ഒരു തേങ്ങൽ ഇന്നത്തെ ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഇത്. അമ്മമാരെ അല്ലെങ്കിൽ പ്രായമായവരെ നോക്കാൻ ആളില്ലാതെ വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്ന ഒരു കാര്യം. മകൻ പറയുകയാണ്, ഞങ്ങൾ ഇനി എന്ത് ചെയ്തു? ഹാത്തോം ഹാത്ത് രഹത്തി മാ യക് ദിൻ ഹമാരെ കന്ധോ മേ ആ ഗയി. കൈമാറി എന്ന് പറഞ്ഞാൽ ഒരു പന്ത് തട്ടുന്നത് പോലെ പാസ് ചെയ്ത് അമ്മ വിടുകയാണ്. ഓരോ മക്കളും ഓരോരുത്തരുടേതായിട്ട്. അവസാനം ഇപ്പൊ ഈ കവിതയില് കവി നമ്മുടെ മുമ്പിൽ ഒരു പ്രതീകമായിട്ട് കൊണ്ടു നിർത്തിയിരിക്കുന്ന മകൻ പറയുകയാണ്, ഒരു ദിവസം അമ്മ എന്റെ ചുമലിലും വന്നു ചേർന്നു. ഏക് ദിൻ ഹമാരെ കന്ധോമേ ആകെ. കന്ധ തോള ചുമല്, എന്റെ ചുമലിൽ അമ്മ എത്തി. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം അപ്നെ വൃഷഭ കന്ധോ മേ മാ കാ ഭാരി ഹോന. ധീരെ ധീരെ, പതിയെ പതിയെ, മഹസൂസ് കർണേ ലഗേ, ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. എന്താ? അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങി. എന്തനുഭവപ്പെടാനാ തുടങ്ങിയത്? ഹം അപ്നെ വൃഷഭ കന്ധോമേ, ഞങ്ങളുടെ വൃഷഭകന്ധ്, ശക്തമായ തോളുകളിൽ, മാക്ക ഭാരി ഹോന, അമ്മയ്ക്ക് വലിയ ഭാരമാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊരു തോന്നലാണ് ഇപ്പോൾ മക്കൾ നിൽക്കുന്നത്. അമ്മയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ ഈ മക്കൾക്ക് എന്ത് പറ്റി? അവർക്ക് യാതൊരു വിധത്തിലും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അമ്മയെ നോക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ പണിക്ക് അവര് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ്. അമ്മയുടെ ഓർമ്മക്കുറവ് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മക്കൾ ഇന്നും ഈ ലോകത്തുണ്ട്. അമ്മയെ സ്നേഹത്തോടെ നോക്കുന്നവരുമുണ്ട്, വളരെ ബുദ്ധിമുട്ടി നോക്കുന്ന ആളുകളുമുണ്ട്. എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അനാഥാലയം, അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെയധികം മാതാപിതാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വിഷമത്തോടെ അവര് ഞങ്ങളോടൊക്കെ സംസാരിക്കും. ഞങ്ങളുടെ മക്കൾ ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ ഒന്ന് കാണുന്നില്ല, ഇവിടെ കൊണ്ടുപോയി ഇട്ടേച്ച് പോയിരിക്കുന്ന, പിന്നെ വന്നിട്ടില്ല. ഇങ്ങനെ വിഷമിച്ച് കഴിയുന്ന മാതാപിതാക്കളും ഉണ്ട്. രണ്ടു തരം മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് 9ാം ക്ലാസ്സുകാരായ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ, അമ്മയും അച്ഛനെയും ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുക. അവർക്ക് ഇപ്പോൾ അവര് നിങ്ങളെ നോക്കുന്നുവെങ്കിൽ അവർക്ക് പ്രായമായി കഴിയുമ്പോൾ അവരെ നോക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് നിങ്ങൾ നിർവഹിക്കുക. അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവന്റെ തിരിച്ചറിവിലേക്ക് ഇവൻ വരികയാണ്. ജബ് തക് ജീവിത രഹി മാ ഹം ബദൽത്തേ രഹേ അപ്നെ കന്ധേ. ജബ് തക് ജീവിത രഹി മാ, എത്ര കാലം അമ്മ ജീവിച്ചോ, ഹം ബദൽത്തേ രഹേ അപ്നെ കന്ധേ, ഞങ്ങൾ ബദൽത്തേ രഹേ, മാറിക്കൊണ്ടിരുന്നു, കൈമാറിക്കൊണ്ടിരുന്നു. എങ്ങനെ? അപ്നെ കന്ധേ, ഞങ്ങളുടെ ചുമലുകൾ. എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ചുമലിലാണ് അമ്മയെ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഭാരം പോലെയാണ്. നല്ല രീതിയിൽ വെച്ചുകൊണ്ട് നടക്കാം. കുട്ടിക്കാലത്ത് നിങ്ങളെയൊക്കെ അച്ഛനോ അമ്മയോ തോളിലിരുത്തി രണ്ട് കാലുകളും കഴുത്തിന് ഇരുവശവും ഇട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അത് അവർക്ക് അന്നൊരു ഭാരമല്ല. പക്ഷെ ഇപ്പോൾ ഈ അമ്മയ്ക്ക് എന്താണ്? അമ്മയെ ഇവർക്ക് എന്താണ്? ഭാരമാണ്. അമ്മയെ ഭാരമായിട്ടാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. തോളിലേറ്റി ഭാരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അമ്മ മാ ആഖിർ മാഹി തോഹേ. പക്ഷെ ഒരു കാര്യം അവർക്ക് അറിയാം, അമ്മ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റ് ഒന്നുമില്ല, ആരുമില്ല. പക്ഷെ ഇവരത് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ധോം സേ ഉതർ ഗയി മാ. ഞങ്ങൾ ഇങ്ങനെ എല്ലാ തവണയും മക്കൾ അമ്മയെ ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവസാനം ഹമാരെ കന്ധോം സേ ഉതർ ഗയി മാ, ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ?
ഭാരമൊഴിഞ്ഞു എന്ന ഒരു അർത്ഥം. എന്നാൽ ഇവിടെ കവി അർത്ഥമാക്കുന്നത് അമ്മയുടെ മരണമാണ്. അമ്മ അവസാനം മടുത്ത് വിഷമിച്ച് അമ്മ മരിച്ചു പോയിരിക്കുന്നു. ഓർ മാക്കെ കന്തോം സെ ഉതർത്തെ ഹി ഉത്തർ കെ ഹമാരെ കന്ധേ. ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മയുടെ തോളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങളുടെ തോളുകളുടെ ബലം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമ്മ ഇവർക്ക് ഒരു വലിയ ബലമായിരുന്നു, അമ്മയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ആശ്രയം എന്ന് ഇവർ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? അമ്മയുടെ മരണശേഷം ആണ്. മരിച്ചതിന് ശേഷം 1000 പ്രാവശ്യം ഒരാളോട് ക്ഷമ ചോദിച്ചിട്ടോ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മളത് ജീവിക്കുന്ന കാലത്ത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എത്രമാത്രം ബുദ്ധിമുട്ടിയാണെങ്കിലും മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. അല്ലെങ്കിൽ പഴയ കഥയിലേതുപോലെ അമ്മയ്ക്ക് കൊടുത്ത കീറച്ചാക്ക് സ്വന്തം അപ്പന് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറ്റിവെക്കുന്ന മകന്റെ കഥ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കഥയിലെ അനുഭവം നമുക്കും ഉണ്ടാവും. ഇവരുടെ മക്കൾ അമ്മയെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് കണ്ട ഇവരുടെ മക്കൾ ഇതേ രീതിയിലായിരിക്കും അവരോട് പെരുമാറുക എന്ന് ഓർമ്മിക്കുക. ആധുനിക യുവത്വത്തിന്, ആധുനിക തലമുറയ്ക്ക് വൃദ്ധരോടുള്ള കാഴ്ചപ്പാട് മാറ്റേണ്ട കാലമായി എന്ന് ഒരു നല്ല സന്ദേശം നൽകിയാണ് ഈ കവിത ഇവിടെ അവസാനിക്കുന്നത്. തങ്ങളുടെ ജീവിതകാലം മുഴുവനും മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കളെ അവർക്ക് പ്രായമായി എന്ന് കരുതി ഒരു കാരണവശാലും നാം ഉപേക്ഷിക്കരുത് എന്ന ഒരു സന്ദേശത്തോടെ കവിത അവസാനിക്കുന്നു. കവിത നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇതിന്റെ ഭാഗമായുള്ള വിവിധ നോട്ടുകൾ, മറ്റ് ആക്ടിവിറ്റീസ് എന്നിവ അടുത്ത ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കവിത നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം അടുത്ത പാഠവുമായി ഞാൻ എത്തുമ്പോൾ നിങ്ങൾക്ക് പഠനം കുറെ കൂടി എളുപ്പമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. നിങ്ങൾ പണ്ട് നമ്മൾ കുറെ കാലം മുമ്പൊക്കെ കവിത കാണാതെ പഠിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുള്ളതുകൊണ്ട്, അവധിക്കാലമായതുകൊണ്ട് ആവശ്യത്തിന് സമയമുള്ളതുകൊണ്ട് നിങ്ങൾ പറ്റുന്നിടത്തോളം ആളുകൾ ഈ കവിതയൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ആ ഒരു രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ പഠനം വളരെ എളുപ്പവും രസകരവുമായി മാറും. ഇനിയും നിങ്ങൾ ആരെങ്കിലും ഈ സൗജന്യ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കേരള ഹിന്ദി അക്കാദമി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് എന്റെ ക്ലാസുകൾ വരുന്നത്. നിങ്ങൾ ആ ക്ലാസിന്റെ പ്രയോജനം പരമാവധി എടുക്കുക. ഞാൻ രാജേഷ് മാത്യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.